ഇന്ന് രാത്രി 12 മണിയോട് കൂടി എന്റെ ആൺതരിയുടെ ആദ്യത്തെ ബർത്ത്ഡേ ആണ് സുഹൃത്തുക്കളെ. അപ്പൊ എന്റെ മാത്രമല്ല ദേ ഈ മുതുകാളുടെ. അപ്പൊ നമ്മൾ ഇന്നലെ പടക്കമൊക്കെ വാങ്ങിച്ച് പടക്കം വാങ്ങിച്ച് രാത്രി തന്നെ 2-3 പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഒരു പ്രേതപ്പടം കണ്ട് പേടിച്ച് തൂറി പോയി. മുതല പടം കണ്ട് വണ്ടി ഒതുക്കി നേരെ റൂമിൽ വന്ന് പൊതച്ച് മൂടിക്കിടന്നു തുടങ്ങി. ഏട്ടാ പട്ടി പട്ടി ബർത്ത്ഡേ ആ, നമുക്ക് ഒരുപാട് ജോലികളുണ്ട്. 2 കാറ് കിടക്കുന്നു. എയറിൽ പോയിട്ട് കൊഴുപ്പ് 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 അതിന് വീട്ടിന്റെ മണ്ടേ കയറി മേളോട്ട് ഇട്ടിട്ട് അപ്പം വീട്ടിന്റെ മണ്ടേ കിടന്ന് പൊട്ടും. ചുമ്മാ ഇരിക്കണേ. അമ്പ് പേടിക്കുവാ. നമ്മൾ ആകെ പൊട്ടുന്നതൊന്നും വാങ്ങിച്ചിട്ടില്ല. ബീഡിപ്പടക്കേ, ചെറിയ ബീഡിപ്പടക്കേ, ചെറിയ സാധനം. നമുക്ക് പട്ടി ഒട്ടിക്കാൻ വേണ്ടി സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി. പണ്ടൊക്കെ ഇങ്ങനെ എടുത്തറിയുമായിരുന്നു. ഓ അയ്യോ തള്ളു തള്ളു. നീ എന്തോ ഈ പണ്ടത്തെ കാര്യം ഇപ്പൊ ദീപാവലി ഞങ്ങള് തമിഴ്നാട്ടിൽ പോയ ആഘോഷിക്കുന്നത് ഇങ്ങനായിരുന്നു വിടുന്നത്. ഇങ്ങനെ വിട്. ഇപ്പൊ പറഞ്ഞു ഒരു ബീഡിപ്പടക്കം വാങ്ങിച്ചിട്ട് അയ്യത്തോട്ട് പറക്ക് 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 പറക്ക്. ഹലോ, പക്ഷെ നമ്മള് വീടിനകത്തായിരുന്നു. ഇനി 12 മണിക്ക് നമുക്ക് 1 വയസ്സാണ്. 1 വയസ്സുകാരൻ. സത്യം എനിക്കിപ്പോ ശബ്ദം കേൾക്കുന്ന പടക്കമൊക്കെ ഇഷ്ടമല്ല ഗൈസ്. എന്തോ ഇന്നലെ വാങ്ങിച്ചപ്പോ തൊട്ട് പൊട്ടിക്കണം. അല്ലാത്ത ടൈപ്പ് അതൊക്കെ ഇഷ്ടം. നീ എത്ര വെട്ടനാടാ ഒടുവച്ചൊക്കെ ആവണേ. അതെ, ഈ ഞാനും എന്റെ ഭാര്യ തമ്മിൽ രഹസ്യം പറഞ്ഞപ്പം ഈ അമ്മ ചോദിക്കുക നിങ്ങൾ എന്തോ രഹസ്യം പറയുന്നതാണ്. അപ്പൊ എവള് പറഞ്ഞ് നമ്മക്ക് ഭാര്യയും ഭർത്താവിന് രഹസ്യം പറഞ്ഞുകൂടെ. അപ്പൊ അമ്മ പറയാ നിങ്ങൾ ബെഡ്റൂമിൽ പോയി പറയണമെന്ന്. അത് എന്തൊരു പറച്ചിലാ. അടുക്കള നിന്ന് പറഞ്ഞ അമ്മ ചോദിക്കുന്നത് അവകാശമുള്ളത്. എന്തുവാ അവിടെ കഴിക്കാൻ ഉള്ളത്? ഈ റോബോട്ടിന്റെ സ്ഥലം നമ്മൾ ഇങ്ങോട്ട് സ്വിച്ച് ചെയ്തു കേട്ടോ. അവനെ ഇവിടെ വെച്ച് പട്ടിപ്പണി എടുക്കുക. സത്യത്തിൽ ഇവ ഒരു കഴപ്പനാണ്. വലിയ പണിയൊന്നും എടുക്കാറില്ലല്ലേ? ഇവന് വലിയ പണി ഇല്ല കൈസ്. ഇവന് ഇച്ചിരി മണ്ട മുളക്കെ കൊടുക്കും. ചുമ്മാ വിടുന്നല്ലോ. ചുമ്മാ വിടുന്നത് എനിക്ക് തൂത്തിലേക്ക് ഒരു സമാധാനം വരത്തില്ല. ചേച്ചി വന്നിട്ടുള്ള സുഹൃത്തുക്കളെ, ചേച്ചി മുംബൈയിലാണ്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു കുട്ടി ഹാപ്പി ന്യൂസ് ഒക്കെ ഉണ്ടെന്ന്. സോ ചേച്ചി മംടുബിയാണ് സുഹൃത്തുക്കളെ. ബിച്ചോളൻ തന്തയാവാൻ പോകുന്നു. തന്ത ഒരു അച്ഛ ഇരിക്കുന്ന ഇരിപ്പ് കേട്ടോ. മുഖത്ത് ബ്ലഷ് അടിക്കുന്നുണ്ടോ? എന്താ അച്ഛാ പറയാനുള്ളത്? അനിയൻ ബാബ കമ്മിങ്. ഭയങ്കര ഹാപ്പി കേട്ടപ്പം, ഭയങ്കര സന്തോഷം. ഹലോ, ഇവിടെ രാവിലെ എല്ലാരും തിരക്കാണ് ഗൈസ്. അവള് എഡിറ്റിങ്. കഥവ് തുറന്നൊക്കെ നീ പറയാറായോടാ ചട്ടമ്പി. അമ്മ ഭയങ്കര ഡാൻസ് ആണ് ഗൈസ്. ഇപ്പോ അടി പാട്ടിട്ടെ നമ്മൾ കളിക്കുന്ന ഡാൻസ് അവന് മെമ്മറിയിൽ വെച്ചേക്കും. ആ പാട്ട് നമ്മൾ കുറെ വട്ടം പ്രാക്ടീസ് ചെയ്യുമല്ലോ വീട്ടിൽ കിടന്ന്. അത് മെമ്മറിയിൽ വെച്ചിട്ട് അതിടുമ്പോ നോക്കി അറിയാം. പിന്നെ എവിടെ കേട്ടാലും കയ്യിലെന്തോ ഇരിപ്പുണ്ട്. നമുക്ക് ഇന്ന് കഴിക്കാൻ എന്തൊക്കെയാണ് മൃദുലേ? ഈ പുളിശ്ശേരി, മീൻകറി, ചോറ്, പയറ്.
നമ്മൾ ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്ന പച്ചക്കറി കേട്ടോ. പച്ചക്കറി നല്ല ലാഭം ഇല്ലടി, അവിടെ നിന്ന് വാങ്ങാൻ തോനായിട്ട് വാങ്ങണം. ആ എല്ലാരും തരുകയും ചെയ്യും. പിന്നെ എവള് ഈ തമിഴിലങ്ങ് സംസാരിച്ച് കുറെ ഫ്രീ ഒക്കെ ചോദിക്കും. അണ്ണ ഈ തക്കാളി മാങ്ങയൊക്കെ ഫ്രീ ആ പോടുങ്കെന്നൊക്കെ പറയും. വരുന്നു ചട്ടമ്പി. ചോറ് ഒരു വട്ടം കൊടുത്താൽ അങ്ങനെ കൊടുത്തിട്ട് പോടാൻ പറ്റത്തില്ല, വീണ്ടും കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ അലറിക്കൊണ്ടൊക്കെ ഇരിക്കും. കൊടുത്തു തുടങ്ങിയോ? പ്രതിഷേധം. നമുക്കങ്ങ് വിവാഹം ചെയ്താലോ ഗായ്സ്? അനീഷ് പ്രപ്പോസ് ചെയ്ത് ഗായ്സ്. അമ്മക്ക് ആഗ്രഹമായിരുന്നു അവര്. എന്റെ പൊന്ന്, അവൻ നൈസിനൊക്കെ പ്രപ്പോസ് ചെയ്തില്ലേ? കെട്ടിയാലോ? അണ്ണ ബിഗ് ബോസ് ആണതല്ലേ? കാണത്തില്ല. ഗസ് ആരായിരിക്കും? അണ്ണ ഗസ് അണ്ണ കാണത്തില്ലെങ്കിലും ഗസ് ആരായിരിക്കും വിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്? എനിക്ക് 9 ദിവസമേ ഉള്ളൂ. അനീഷ് അല്ലെങ്കിൽ അനുമോള്. മൃദുല പറയുന്നത് ആരായിരിക്കും? ഷാനവാസ്. ഒരാളെ പറയാൻ പറഞ്ഞ 3 പേരെ പറയുന്ന. അയ്യോ വിഷമോ? ബിഗ് ബോസ് അഡിക്റ്റ് എന്നൊക്കെ പറഞ്ഞ അമ്മ കേട്ടോ. ഇവിടെ തകർപ്പാട്ടോ. തുപ്പിക്കളഞ്ഞറിയാവേ. ഇപ്പം ഫുഡ് വേണ്ടെങ്കിൽ തലയായിട്ട് തുപ്പിക്കളയും. വെള്ളം മതി, തന്നെ കുടിച്ചോളാം, വേറെ ആരെ ഹെൽപ്പ് വേണ്ട. ഇതെന്തുകൂടി വെളിയിലെടുത്ത് വെച്ചേക്കുന്ന സാധനം? ആ ഉണങ്ങാൻ പറ്റ. ഇതിനകത്ത് കാക്കയെല്ലാം അപ്പിട്ട് ഇത് കണ്ട. നമ്മള് ചെത്തി വൃത്തിയാക്കിയത്. സേവനവാരമായിരുന്നു. രാത്രി കാണാൻ പറ്റിയില്ല. അടുത്ത അവാർഡ് ലെവൽ ചെയ്തെടുത്താലോ എന്നാലോക്കാണ്ട്. ഒരുമാതിരി വാലാകോല കിടക്കുക. ലെവൽ ചെയ്യണോ? ഞാൻ ഇപ്പൊ അത് പിടിച്ച് കെട്ടുന്നയാ. നീ കെട്ടുന്നോണ്ട് അങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്ന. ഒരു ഷേപ്പില്ല. ചേർക്കൻ മുടി ചീപ്പി നടണം വൃത്തിയാണ്. ബാക്കിലൊക്കെ ചുരുണ്ട്. ആരാ പറഞ്ഞ എന്റെ മുടിയാണെന്ന്? എന്റെ മുടിയൊന്നുമല്ല. ഇവിടെ നിന്റേത്, ഇവിടെ എന്റേത്. ആരുടെ മുടിയാടാ? എടാ ആരുടെ മുടിയാടാ? നോക്കാം അവിടെ കിടന്നു. എന്നാ പിടിച്ചോ. അത് എന്തൊരു സ്കൈ അല്ലേ? ചുട്ട് പഴുത്ത് നിൽക്കുന്ന സൂര്യനെ കണ്ടായിരുന്നോ? പൂർണ്ണ സൂര്യൻ. പക്ഷെ അത് മിസ്സായി. കറക്റ്റ് ഇപ്പൊ ഇവിടെ പോയാൽ ഇങ്ങനെ ഞാൻ ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നത് അതേ കണക്കിരിക്കും. ഈ ഒരു മരം അവിടെ ഒരു മരം മറിഞ്ഞിരിക്കുന്നുണ്ട്, കാണുന്നില്ല. കറക്റ്റ് ഇപ്പൊ കടപ്പുറത്ത് പോയാൽ സെറ്റ് ആയിരിക്കും. നമുക്കിതേ ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. നമുക്ക് കൺഫ്യൂഷനാ. നിലവിൽ 2 ഓപ്ഷൻ ഉണ്ട്. 2 ഇട്ട് നോക്കണം. ഇന്ന് ഫിക്സ് ചെയ്യണം. അതെ. ഇതിൽ ഏതായിരിക്കും നല്ലത്? ഇവിടെ ഒരു ഗോൾഡ് വരുന്നുണ്ട്, പിന്നെ പ്യുവർ ഗോൾഡ്. ഞാൻ ഓരോന്ന് ട്രൈ ചെയ്യാം. എന്നിട്ട് ഏത് വേണമെന്ന് നിങ്ങൾ പറയും. മുടി സെറ്റ് ചെയ്തിട്ട് വന്ന് കണ്ടറിയായിരുന്നു, ഇട്ടറിയായിരുന്നു. എന്തോ ഒരു പോരായ്മ, എവിടൊക്കെയോ ഒരു പോരായ്മ. സ്വന്തമായിട്ട് തോന്നുന്നതാ. എന്തുകൊണ്ടാണ് പോരായ്മ? അവിടെ പൊങ്ങി നിൽക്കുന്നല്ലേ? ഞാൻ വേറെ അടുത്തിടാം. എനിക്ക് ഇഷ്ടപ്പെട്ടത് അത് ഇവിടെ ഇച്ചിരി ഇങ്ങനെ സ്റ്റിഫ് ആയിട്ടിരിക്കുന്നത്. ഇത് കൊള്ളാല്ലേ? ഇത് കൊള്ളാല്ലേ? ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഒരു വെള്ളയുണ്ട്, അത് സെറ്റാ, അടിപൊളിയാണ്. പക്ഷെ മാച്ച് അല്ല. പക്ഷെ എനിക്ക് ഈ കളർ ഇല്ലല്ലോ. എനിക്ക് ഈ കളർ കിട്ടണമെങ്കിൽ ഞാനിന്നാ അതിടാം. ഗോൾഡിന് ഇട്ടിട്ട് നമുക്ക് നിന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ ആ വൈറ്റ് ഇടാം. ഭയങ്കര വെയിറ്റ് ആണ് ഡ്രസ്. പക്ഷെ ഇത് നിന്റെ കൂടെ എന്റെ വിചാരം ഇത് ഇത്രയും ഇത് കാപ്പി പൊടിയല്ലേ? ഇത് ഗോൾഡൻ ആരാ പറഞ്ഞല്ലേ? ഇത് ഗോൾഡൻ അല്ല, ഇത് വേറെ കളറാണ്. രണ്ടും വേറെ വേറെ കളറാണ്. വെൽക്കം ബാക്ക്. ഓ ഒരു സെറ്റ് മോളെ, അടിപൊളി സാധനം കേട്ടാ. സീരിയസ് ആയിട്ട് സെറ്റപ്പ് സാധനം.
പക്ഷെ എനിക്ക് എവക്ക് ഒരു അല്ല എനിക്ക് ഞാൻ എവള് തമ്മിൽ ഒരു മാച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇവളുടെ ഡ്രസ്സ് കൊള്ളാം, എന്റെ ഡ്രസ്സ് കൊള്ളാം. പക്ഷെ നമുക്ക് രണ്ടുപേരും കൂടി ഒരു കോൺട്രാസ്റ്റ് ഇല്ലല്ലോ ഗൈസ്. അണ്ണാ എങ്ങനെ ഉണ്ടായത്? നമ്മൾ രണ്ടുപേരും തമ്മിൽ ചേരത്തില്ല. സീക്വൻസാ ഇപ്പൊ ഞാനേ ഡ്രസ് കൊള്ളാം, നമ്മൾ രണ്ടുപേരും കൂടെ മാച്ച് ഇല്ല. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ, നല്ല വർക്കുണ്ട്, ബ്ലൗസും എല്ലാം നല്ലതായിട്ടുണ്ട്. ഇതൊക്കെ തയ്ക്കണം, നമ്മൾ ചെയ്യണം. എത്ര രൂപ കൂടി? ഇതൊക്കെ ഹാൻഡ് വർക്ക് അല്ലേ? ഒരാള് നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനമൊക്കെ. ഇതൊക്കെ നല്ല റേറ്റ് ആവും. തലേ ദിവസമായി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതാണോ പറയാനുള്ളത്? വേറെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് പറയാനുണ്ടോ? ഭാവം സ്വന്തമായിട്ട് നോക്കി ദേഷ്യപ്പെടുന്നു, കണ്ണാടി നോക്കി. എന്താണ് ബർത്ത്ഡേ ആയിട്ട് പറയാനുള്ളത്? എന്തെങ്കിലും ഒന്ന് പറയണം അമ്പു. ഇപ്പൊ പാട്ടിടുമ്പോ തുള്ളു നോക്കണേ, അമ്പു ഡാൻസ് കളിക്കാൻ നോക്കണേ. നമ്മളെ ഡാൻസ് ഇട്ടാ ഡാൻസ് 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 പാട്ടിട്ടാ ഡാൻസ് കളിക്കും. വോയിസ് ഓവർ ഇടുമ്പോ ഇഷ്ടമല്ല കേട്ടോ, ഡാൻസ് ഇടാം. ആ അത് തന്നെ. സാധനം അടിപൊളിയാണ്. എനിക്കും ഇത് നമ്മളോട് മാച്ച് ആവൂലേ? അത്യാവശ്യം മാച്ച് ആവും. കൊള്ളാം സാധനം കൊള്ളാം. ചേരുന്ന നിന്നെ കാണാൻ കുറച്ചും കൂടി ബ്യൂട്ടി മറ്റേതായിരുന്നു. നിങ്ങൾ കമന്റ് ചെയ്യുക, എന്നാലും നിങ്ങൾ കമന്റ് ചെയ്തില്ല ഏതാണ് കൊള്ളാവുന്നത് കേട്ടോ. പക്ഷെ എല്ലാരും നോക്കി മറ്റേന്ന് പറഞ്ഞ വിഷമിപ്പിക്കാനാ. നിങ്ങൾ പറയൂ, ഇതാണോ അത് നമ്മൾ ആദ്യം ഇട്ടാണോ അടിപൊളി കേട്ടോ? നിനക്കേത് ഇഷ്ടപ്പെട്ട്? ഇങ്ങനെ കാണിച്ച് ഇപ്പോഴേ ഡാൻസ് തുടങ്ങി. ഇനി ഇവിടുത്തെ പാക്കപ്പ് നേരെ വീട്ടിലേക്കല്ല പിന്നെ സലൂണിലേക്ക്. അയ്യോ സലൂണിൽ പോണേ, സലൂണിലേക്ക്. നമ്മുടെ ബർത്ത്ഡേക്ക് നമുക്ക് നൈറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ബിക്കിനി ഡാൻസാ. നമുക്ക് രാത്രി കട്ട് ചെയ്യാൻ വേണ്ടി ചെറിയ കേക്ക് വാങ്ങാം ഗൈസ്. ഹായ്, ഒരു ചെറിയ കേക്ക് വേണം. ചെറിയ കേക്ക്. ഹാ താങ്ക് യു പറമാരുടെ. ശരി എന്നാ പിന്നെ ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ താടിയും മുടിയും സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സെറ്റ് ചെയ്തും വരാം. ബർത്ത്ഡേ അവിടെ ത്രെഡ് ചെയ്യാൻ വേണ്ടി പോയി. തുടങ്ങിക്കോ പയ്യ, സ്റ്റാർട്ട്. ത്രെഡ് ചെയ്തോ മാഡം? ചേഞ്ച് പിന്നെ അയ്യോ തിരിക അമ്മ ത്രെഡ് ചെയ്യുന്നു. നിന്റെ ബർത്ത്ഡേ ആണോ നിന്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണോ? ചരിഞ്ഞിരുന്നപ്പോ മൃദുല പറഞ്ഞ് പൊക്കായി. ഇപ്പൊ പശു നക്കി പോലുണ്ട്. നല്ലോണം ഇരുന്ന് മുടിയെ മൃദു പറഞ്ഞു ചപ്പി പോയി കുറച്ച് പൊക്ക പശു നക്കി പോലുണ്ട്. സ്റ്റൈല പുതിയ ഫ്രാഷനാ. ആരെങ്കിലും ചോദിച്ച ബാംഗ്ലൂർ ഫ്രാഷൻ എന്ന് പറഞ്ഞാൽ മതി. ഇത് വെച്ച കുത്തിയ മുറി നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ താടിയും വെട്ടി മുടിയും വെട്ടുമ്പോഴേ നമ്മള് കൊള്ളാം. നിങ്ങൾ പറയാമോ? ഓക്കെ ബൈ. അവര് നേരെ വീട്ടിലേക്ക്. കൊള്ളാം. പാട്ട് നിർത്തിയനാണ് നിന്റെ മോൻ അവിടെ ഇങ്ങ വരയ്ക്കുന്നത്. എന്തത് ചുല്ലു 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 ചുല്ലുന്ന നോക്കിക്കോണിന്റെ. അവൻ എന്തോ പറഞ്ഞു. അച്ഛാ അച്ഛാ എന്തോക്കളെ. അയ്യോ 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 അയ്യോ. അപ്പോ നമ്മൾ രണ്ടുപേരും സൂപ്പർ അല്ലേടാ? സെറ്റ് അല്ലേ? നിന്നെ നോക്കുന്നതിൽ വീഡിയോ എടുക്കുന്ന അറിയാം കേട്ടോ. സമയം 10 മണി സുഹൃത്തുക്കളെ. ഇനി വെറും 2 മണിക്കൂർ. എന്താ പറയണ്ടേ? എനിക്കൊന്നും എന്റെ ബർത്ത്ഡേ ഒന്നും സത്യം എനിക്ക് ആഘോഷിക്കണമെന്നില്ല. ഇല്ലേ? ഇല്ല. നിങ്ങൾ
നിങ്ങളൊരു കാര്യം പറഞ്ഞോ, ബർത്ത്ഡേ അമ്മുവിന്റെ ബർത്ത്ഡേ കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞ പിന്നെ ആരെ ബർത്ത്ഡേയാ? ഒരു മുത് ആളയുടെ ക്യാമറ ആക്കി ഇരിപ്പോട്ട്. ഞാൻ നിനക്ക് എന്തുവാ ആദ്യം ഇത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. നിങ്ങൾക്ക് ഡിസ്റ്റൻസ് വെച്ചൂടെ? മനുഷ്യനൊന്ന് പ്ലാൻ ചെയ്യാൻ ആ ദിവസം എന്റെ മനസ്സിൽ കുറി വെച്ചേ. കാരണം 1-ാം തീയതി എന്തായാലും ചെക്കപ്പിന് പോകണമായിരുന്നു. അപ്പൊ അന്നേരം അഡ്മിറ്റ് ആയാലും ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ബർത്ത്ഡേയുടെ ടൈം ഞാൻ പ്രതീക്ഷിച്ചേ. പക്ഷേ 1-ാം തീയതി വാട്ടർ ബ്രേക്ക് ആയി പോയി. എന്റെ മനസ്സിൽ നവംബർ 5-ന് അവൻ ജനിക്കണമെന്നായിരുന്നു. അപ്പം ഏട്ടന് ഒരു ചെലവ് ഒന്നിച്ചായേനെ. നീ പറഞ്ഞിട്ട് അറിയില്ല അല്ലേ അമ്പോ? എങ്ങനെ അറിയോ? ഇതിന്റെ കീഴിൽ നിന്ന് അങ്ങനെ അപ്പുറം ചാടും. എന്തോ എവിടാ കാണിക്കാനാണോ? ഇപ്പൊ ബിച്ചോണ്ട വന്നപ്പോ അമ്മയെ വേണ്ട, ബിച്ചോണ്ടനെ മാത്രം മതി. വേണ്ട ഗായ്സ്, അപ്പോ നമ്മൾ ഡേ ഉടങ്ങാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് 12 മണിക്ക് എണീക്കാനുള്ളതാണ് ഇന്ന്. ഇപ്പൊ 11 കാലായി. വിരള് എന്ത് കാണിക്കുന്നേ? ഇനി കൈയിട്ട് നോക്കിയോ? കൈ രണ്ടും പിടിച്ച് കെട്ടിയായി. സോ ഈ വീഡിയോയുടെ അതിന്റെ പേര് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് എടുത്തിട്ട് അമ്പൂട്ടൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് നേരെ ഇറങ്ങണം പരിപാടിക്ക്. പൊളിക്കോ? ഇനി അങ്ങോട്ട് പൊളിയാ നമ്മള്. അതാ അതെ കണ്ടോ, തകർപ്പ് കണ്ടോ? നിങ്ങൾ കണ്ടോ? കാണും. കൈ 2 ചുരുട്ടി പിടിച്ചോണ്ട് കണ്ടോ? ഒലറ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.